നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ദേവി. നമുക്കിവിടെ കാണാം അല്ലെ, ഒരുപാട് പേര് നെറ്റ് JRF എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നെറ്റിന്റെയും JRFന്റെയും പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അത്രത്തോളം മികച്ച ഒരു നെറ്റ് JRF സ്വപ്നം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് വരാൻ പോകുന്ന ഡിസംബറിലെ നെറ്റ് JRF എക്സാം വളരെ പ്രധാനമാണല്ലേ. അപ്പം ഇപ്പോൾ ഒരു എക്സാം എഴുതി, അതില് കുറച്ചു പേർക്ക് പ്രതീക്ഷയുണ്ട്, ചിലർക്ക് ഇനി ഇംപ്രൂവ് ചെയ്ത് എഴുതണമെന്നുണ്ട്, ചിലർക്ക് നെറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്, എന്നാൽ JRF എന്നുള്ള ഒരു വലിയ സ്വപ്നം ബാക്കിയാവുന്നുണ്ട്. അപ്പൊ അത്തരത്തില് അടുത്ത ഡിസംബറിലേക്കുള്ള നെറ്റ് JRFന് വേണ്ടി തയ്യാറെടുക്കുന്നവര് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പഠിച്ചു തുടങ്ങണം. കൃത്യമായിട്ട് നമുക്കറിയാം നെറ്റിന്റെ സിലബസ് വളരെ ആഴവും പരപ്പുമേറിയതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ളൊരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ഡിസംബറിലേക്ക് എത്തുമ്പോഴേക്കും നെറ്റും JRFും നേടാൻ പറ്റൂ. അപ്പൊ ഇത് കൃത്യമായ ഒരു സമയമാണ്, തയ്യാറെടുക്കാനുള്ള സമയം നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് വിനിയോഗപ്പെടുത്തണം ഈ സമയം. അപ്പോൾ ഇവിടെ CCയോടൊപ്പം നെറ്റും JRFും എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. കൃത്യമായ സ്റ്റഡി പ്ലാനും മെന്റർഷിപ്പും ഒക്കെയാണ് അവരെ ഈ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ അത്തരത്തില് കൃത്യമായിട്ടുള്ള പഠനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നെറ്റും JRFും നേടിയെടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്കറിയാം, മലയാളം നെറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയറിൽ വന്ന ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് ഏരിയയാണ് പാട്ടും മണിപ്രവാളവും എന്നുള്ള യൂണിറ്റ് 1ലുള്ള വിഭാഗങ്ങൾ അല്ലെ. പാട്ടുമുണ്ട്, മണിപ്രവാളവും ഉണ്ട്. ഇതിലെ പാട്ടുകൃതികളെ പറ്റിയും ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരാറുണ്ട്. പാട്ടുകൃതികളിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ രാമചരിതം, കണ്ണശന്മാരുടെ പല പല പാട്ടുകൃതികൾ അല്ലെ, കണ്ണശ രാമായണം തുടങ്ങിയിട്ടുള്ള കൃതികള്, പിന്നെ പ്രധാനമായിട്ട് തിരുനിഴൽ മാല എന്നുള്ള കൃതിയിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയ നമുക്കറിയാം. മണിപ്രവാളത്തിലും അനേകം കൃതികൾ ഉണ്ട് അല്ലെ. ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണി ആടി ചരിതം തുടങ്ങിയ ഒരുപാട് കൃതികളുണ്ട്. അപ്പം ഈ കൃതികളിൽ നിന്നും ഒക്കെ പല രീതി ചോദ്യം വരും. നമ്മളുടെ ഒരു കറക്റ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണം? നമുക്ക് കൺഫ്യൂഷൻ വരാതെ വളരെ ക്ലാരിറ്റിയോട് കൂടി ഒരു കൃതിയെ പറ്റി സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം എന്ത് ചെയ്യണം? പഠിച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് എന്താ വേണ്ടത്? നമ്മൾ ഇങ്ങനെ വാരി വലിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വാരി വലിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. നെറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുക്കും ചിട്ടയും കാര്യമായിട്ട് വേണ്ട ടോപ്പിക്കുകളും പഠിക്കുക എന്നുള്ളതാണ് വിജയത്തിലേക്കുള്ള മെയിൻ വഴി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, തിരുനിഴൽ മാല എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ടല്ലേ. അപ്പൊ തിരുനിഴൽ മാല എന്നുള്ള പാട്ട് കൃതിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ചോദ്യം വരുന്ന ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന അതിലെ പ്രധാന ഭാഗങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം? തിരുനിഴൽ മാല എന്നുള്ള കൃതി മൊത്തമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് തിരുനിഴൽ മാലയിൽ നിന്നും നെറ്റിന് വരാവുന്ന സർവ്വ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രധാന ഫാക്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ? ഓക്കെ. അപ്പം തിരുനിഴൽ മാലയെ പറ്റി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഈ ഫാക്ട്സിന്റെ ഉള്ളിൽ നിന്നാണ്. ആദ്യമായിട്ട് തിരുനിഴൽ മാല എന്ന് പറയുന്നത് നമുക്കറിയാം പാട്ടുപ്രസ്ഥാനത്തിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഇതില് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് തിരുനിഴൽ മാല എന്നുള്ള വളരെ പ്രശസ്തമായ പാട്ടുകൃതി കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഡോക്ടർ M.M. പുരുഷോത്തമൻ. ഡോക്ടർ M.M. പുരുഷോത്തമനാണ്. ഡോക്ടർ M.M. പുരുഷോത്തമനാണ് തിരുനിഴൽ മാല എന്നുള്ള കൃതി കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, തിരുനിഴൽ മാല കണ്ടുകിട്ടിയത് എവിടെ നിന്നാണ്? കണ്ടെത്തി പ്രസിദ്ധീകരിച്ച ആളെ നമ്മൾ പറഞ്ഞു. ഇനി എവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയത്? ഇത് കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ എന്നുള്ള സ്ഥലത്തെ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. കാസർഗോഡ് ജില്ല, അതുപോലെ വെള്ളൂർ എന്നുള്ള സ്ഥലം, ചാമക്കാട് ദേവസ്വത്തിൽ നിന്നാണ് തിരുനിഴൽ മാല എന്നുള്ള കൃതി കണ്ടെത്തിയത്. തിരുനിഴൽ മാലയുടെ കർത്താവ് ആരാണ്? തിരുനിഴൽ മാല എന്നുള്ള കൃതിയുടെ കർത്താവ് ഗോവിന്ദനാണ് എന്നുള്ളതാണ് തിരുനിഴൽ മാലയിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം. ഗോവിന്ദൻ ചൊൽ തിരുനിഴൽ മാല എന്നുള്ളൊരു വരിയുണ്ട് കേട്ടോ. ഗോവിന്ദൻ ചൊൽ തിരുനിഴൽ മാല. അതുകൊണ്ട് ഗോവിന്ദനാണ് ഇതിന്റെ കർത്താവ് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അടുത്ത നോക്കിയേ, ഇതിന്റെ രചനാകാലം 12-നും 13-നും 1200 ക്രിസ്തബ്ദം 1200-നും 1300-നും ഇടയിലാണ്. അതുപോലെ പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന ഐതിഹ്യം ആദ്യമായി കാണുന്നത് ഏതിലാണ്? ചോദ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്നുള്ള ഐതിഹ്യം
ഈ തിരുനിഴൽ മാലയിലാണ് ഉള്ളത്. മാമാങ്കത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പ്രാചീന കൃതി വന്നിട്ടുള്ളതാണ്. മാമാങ്കത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പ്രാചീന കൃതി ഏതാണ്? തിരുനിഴൽ മാലയാണ്. അപ്പൊ ഇതിനെല്ലാം ഉത്തരം എന്താണ്? തിരുനിഴൽ മാലയാണ് കേട്ടോ. അപ്പൊ അടുത്ത നോക്കിയേ, തിരുനിഴൽ മാലയിൽ പരാമർശിതനാകുന്ന ദേവൻ ഏത്? ചോദ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. തിരുനിഴൽ മാലയിൽ പരാമർശിതനാകുന്ന ദേവൻ ആറന്മുളയപ്പനാണ്. ആറന്മുളയപ്പനെ കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തിരുനിഴൽ മാലയാണേ, മറക്കല്ലേ. രാമചരിതത്തിന് പുറമെ പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കൃതി നമുക്കറിയാം അല്ലെ. രാമചരിതം എന്നുള്ള കൃതിയിലാണ് പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായിട്ടും യോജിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. കാനനങ്ങളിലരൻ കളിറുമായി കരുണിയായി കാർനെടും കണ്ണുമ തമ്മിൽ വിളയാടി നടൻ ആനനം വടിവുള്ളാന വടിവായി അവതരിത്താതിയെ എന്നുള്ള വരികളൊക്കെ വെച്ചിട്ട് രാമചരിതത്തിന്റെ ആദ്യ പടലത്തിലെ ആദ്യത്തെ പാട്ടാണ്. ഈ വരികളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? രാമചരിതത്തിന് പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കാവ്യമാണെന്ന് പറയാറില്ലേ? അതുപോലെ രാമചരിതത്തിന് ശേഷം പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കൃതി എന്നുള്ള ഖ്യാതി തിരുനിഴൽ മാലയ്ക്കുണ്ട്. അതുപോലെ രാമചരിതത്തിന്റെ ഭാഷാ ഘടനയിൽ തന്നെ രചിച്ച കൃതിയാണ് തിരുനിഴൽ മാല. ഇനി അടുത്ത നോക്കിക്കേ, ഭാരതഖണ്ഡം, കേരളോൽപ്പത്തി, ആറന്മുള മാഹാത്മ്യം എന്നിവ വർണ്ണിക്കുന്ന പ്രാചീന കാവ്യം ഏതൊക്കെയാണ്? ഭാരതഖണ്ഡം, കേരളോൽപ്പത്തി, നേരത്തെ പറഞ്ഞു മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് പരശുരാമൻ എന്നുള്ള കേരളോൽപ്പത്തി, ആറന്മുള മാഹാത്മ്യം, ആറന്മുള ദേവന്റെ മാഹാത്മ്യം, ഇതൊക്കെ വിവരിക്കുന്ന പാട്ടുകൃതി വർണ്ണിക്കുന്ന പ്രാചീന കാവ്യം എന്നൊക്കെ ചോദിച്ചാൽ അത് തിരുനിഴൽ മാലയാണ് എന്നുള്ളത് മറക്കരുത്. എൺമർ സാമന്തർ ആരെല്ലാമെന്ന് വ്യക്തമാക്കുന്ന പാട്ടുകൃതി. എൺമർ സാമന്തർ ആരൊക്കെയാണെന്ന്, അപ്പൊ ഇത് ചരിത്ര പ്രാധാന്യമാണ്. അതിന്റെ എൺമർ സാമന്തർ ആരെല്ലാമാണെന്ന് വ്യക്തമാക്കുന്ന പാട്ടുകൃതി കൂടിയാണ് തിരുനിഴൽ മാല. ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് അല്ലെ. തിരുനിഴൽ മാലയ്ക്ക് ഉള്ളില് 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ള 3 ഭാഗങ്ങളുണ്ട്. അതില് ആദ്യത്തേത് കാവ്യോപക്രമമാണ്, പിന്നെ നാവൂറാണ്, പിന്നെ ബലിയർപ്പിക്കലാണ്. ടോട്ടലായിട്ട് 539 ഈരടികളാണ് ഈ തിരുനിഴൽ മാലയിലുള്ളത്. അതുപോലെ 97 പാട്ടുകളുണ്ട്. പാട്ടുകളും ഈരടികളും എന്നുള്ള രീതിയിൽ 539 ഈരടികളും 97 പാട്ടുകളും ഉള്ള കൃതിയാണ് തിരുനിഴൽ മാല. അതുപോലെ ഇതിന്റെ 3 ഭാഗം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ദേവതാസ്തുതിയാണ്. ദേവതാസ്തുതി അറിയാം, പണ്ടത്തെ കാവ്യങ്ങളിലൊക്കെ ആദ്യം സ്തുതിയാണല്ലോ ഉണ്ടാവുക. ദേവതമാരെയും ദേവന്മാരെയും സ്തുതിക്കുന്നതാണ് ആദ്യം. അപ്പൊ കാവ്യോപക്രമം എന്ന് പറയുന്ന അതാണ്. ദേവതാസ്തുതിയാണ് ആദ്യം ഉള്ളത്. ചരിത്ര വസ്തുതകളും ഐതിഹ്യങ്ങളും ഒക്കെ ഈ സ്തുതിയുടെ ഭാഗമായിട്ട് ഒന്നാമത്തെ ഭാഗത്തിൽ കാണാം. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? തുയിലുണർത്തും നാവേറ്റുമാണ്. തിരുനിഴൽ മാലയുടെ രണ്ടാമത്തെ ഭാഗം തുയിലുണർത്തും നാവേറ്റുമാണ്. മൂന്നാമത്തെ ഭാഗമാണ് ഇമ്പോർട്ടന്റ്. ആറന്മുളയപ്പൻ എഴുന്നള്ളി ഇരിക്കുമ്പോൾ കാർമികരായിട്ടുള്ള മലയർ ശിവൻ, കാളി, ഇന്ദ്രൻ തുടങ്ങിയവർക്ക് നൽകുന്ന ബലിയാണ് മൂന്നാമത്തെ ഭാഗത്ത് വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയർ നൽകുന്ന ബലി പരാമർശിതമാകുന്ന പ്രാചീന കാവ്യം ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. 100% തിരുനിഴൽ മാലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഭാഗം ഫുള്ളായിട്ട് ഓർത്തിരിക്കുക. ആറന്മുളയപ്പൻ എഴുന്നള്ളി ഇരിക്കുമ്പോൾ കാർമികരായിട്ടുള്ള മലയരയന്മാര് ശിവൻ, കാളി, ഇന്ദ്രൻ തുടങ്ങിയവർക്ക് നൽകുന്ന ബലിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് 3-ാം ഭാഗം. അപ്പൊ ഇങ്ങനെ 3 ഭാഗമാണ് എന്തിലുള്ളത്? തിരുനിഴൽ മാലയിലുള്ളത്. ഇനി തിരുനിഴൽ മാലയിൽ എന്താണ് പ്രതിപാദ്യം? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മലയർ ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് നൽകുന്ന ബലിയാണ്, ആറന്മുളയപ്പന് നൽകുന്ന ബലിയാണ്. മലയർ ആറന്മുളയപ്പന് നൽകുന്ന ബലിയെ പരാമർശിക്കുന്ന കാവ്യമാണേത്? തിരുനിഴൽ മാല എന്നുള്ളത്. കുറുമൂർ പള്ളിയാണ് മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയതെന്ന് പറയുന്ന ഒരു കൃതി കൂടിയാണ് തിരുനിഴൽ മാല. കുറുമൂർ പള്ളിയാണ് മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയതെന്ന് പറയുന്ന കൃതി ഏതാണ്? അതും തിരുനിഴൽ മാലയാണ്. ഇനി മറ്റൊരു പ്രസ്താവനയാണ്. അയോധ്യയിൽ നിന്ന് വന്ന പഞ്ചകന്യകമാരിൽ ഉണ്ടായ സന്താനങ്ങളിൽ പ്രഥമനായ കേരളനാണ് കേരളം പരിപാലിച്ചതെന്നും അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് പിൽക്കാലത്ത് ഈ ഭൂവിഭാഗം അറിയപ്പെട്ടതെന്നും പരാമർശിക്കുന്ന പ്രാചീന കൃതി. എന്താണ് പറയുന്നത്? അയോധ്യയിൽ നിന്ന് വന്ന പഞ്ചകന്യകമാരിൽ ഉണ്ടായ സന്താനങ്ങളിൽ പ്രഥമനായിട്ടുള്ള കേരളൻ എന്ന് പറയുന്ന ആളാണ് കേരളം പരിപാലിച്ചതെന്നും അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് കേരളൻ എന്നുള്ള പേരിൽ നിന്നാണ് കേരളം എന്നുള്ള പേര് വന്നതെന്നും
ഒക്കെ പരാമർശിക്കുന്ന ഒരു പ്രാചീന കൃതിയാണ് തിരുനിഴൽമാല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്നുള്ള കേരളോൽപത്തി ഐതിഹ്യം പറയുന്ന കൃതി. അതുപോലെ തന്നെ കേരളനാണ് കേരളം പരിപാലിച്ചത്, അതുകൊണ്ട് എന്തായി കേരളം എന്നുള്ള പേര് വന്നു എന്ന് പറയുന്ന കൃതിയും ഏതാണ്? തിരുനിഴൽമാലയാണ്. ഓക്കെ, കേരളത്തിൽ 4 തളികൾ ഉണ്ടെന്നും ശിവപ്രതിഷ്ഠയുള്ളതിനാൽ കീർത്തിയേറിയ അഞ്ചനക്കളം അല്ലെങ്കിൽ അഞ്ചൈനക്കളം എന്നൂടെ തിരുത്തി വായിച്ചോളുക. അഞ്ചൈനക്കളം എന്നും പറയും, കാര്യം തമിഴ് നമുക്കറിയാം ഇഞ്ചൈ എന്നുള്ളതാണ് ഉപയോഗിക്കുക അല്ലെ. അഞ്ചൈനക്കളം അതേതാണ്? തിരുവഞ്ചിക്കുളത്തെയാണ് കേട്ടോ അഞ്ചൈനക്കളം എന്ന് പറയുന്നത്. തിരുവഞ്ചിക്കുളം അഥവാ അഞ്ചൈനക്കളം ഉണ്ടെന്നും പറയുന്ന കൃതിയാണ് തിരുനിഴൽമാല. എന്താണ് മക്കളെ, ഒന്നുകൂടെ ഓർത്തോ? കേരളത്തിൽ 4 തളികൾ ഉണ്ട്, അതിൽ ശിവപ്രതിഷ്ഠയുള്ളതിനാൽ കീർത്തിയേറിയ അഞ്ചൈനക്കളം. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, അഞ്ചൈനക്കളം എന്ന് തിരുനിഴൽമാലയെ പ്രതിപാദിക്കുന്ന സ്ഥലത്തിന്റെ ഇന്നത്തെ പേരെന്താണ്? തിരുവഞ്ചിക്കുളം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. പിൽക്കാല പേരെന്താണ്? തിരുവഞ്ചിക്കുളമാണ്. അപ്പൊ ഇതും തിരുനിഴൽമാലയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. ഈ തിരുനിഴൽമാല മലയാളത്തിലെ പാട്ടു സാഹിത്യത്തിന്റെ കുലസമൃദ്ധിയുടെയും കുലീനതയുടെയും മനോഹരമായ നിദർശനമായിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാര്? അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. രാമചരിതം, കണ്ണശരാമായണം, തിരുനിഴൽമാല, അതുപോലെ തന്നെ മണിപ്രവാളത്തിലെ സന്ദേശകാവ്യങ്ങൾ, ചമ്പുക്കൾ, ഇതിൽ നിന്നുമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ചോദ്യമാണ് തിരുനിഴൽമാല മലയാളത്തിലെ പാട്ടുസാഹിത്യത്തിന്റെ കുലസമൃദ്ധിയുടെയും കുലീനതയുടെയും മനോഹരമായ നിദർശനമായിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വളരെ പ്രശസ്തനായ നിരൂപകൻ ഡോക്ടർ സുകുമാർ അഴിക്കോടാണ് അല്ലെ. ഡോക്ടർ സുകുമാർ അഴിക്കോടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം എന്താണ്? തിരുനിഴൽമാല ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ തിരുനിഴൽമാലയിൽ പരാമർശിതമായ ഫാക്ട്സ് ആണ് പഠിച്ചത്. നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് ഇതുവരെയുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ ഏകദേശം എല്ലാത്തിലും തിരുനിഴൽമാല എന്നുള്ള കൃതിയിൽ നിന്നും ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ഡിസംബറിൽ വരുന്ന നെറ്റ് പരീക്ഷയിൽ തിരുനിഴൽമാലയിൽ നിന്നും ചോദ്യം വന്നാൽ നമ്മളത് ക്ലിയർ ആയിട്ട് എഴുതും. നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടും, 2 or 4 മാർക്ക് കിട്ടും അല്ലെ. ഒന്നിലധികം ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോ നിങ്ങൾ ഇത്തരത്തിൽ വേണം എന്ത് ചെയ്യാൻ? ഒരു കൃതിയെ മനസ്സിലാക്കുക. ഉണ്ണിയാടി ചരിതം, ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഇങ്ങനെ ഏത് കൃതിയിൽ നിന്നും വരാവുന്ന എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളെയും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി വേണം പഠിച്ചു പോകാൻ. അല്ലെങ്കിലാണ് എന്ത് വരുന്നത്? കൺഫ്യൂഷൻ വരുന്നത്. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അയ്യോ ഇത് ഏതിലെയാണെന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ആ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് അടുക്കും ചിട്ടയോടുകൂടി ഓരോ കൃതിയെ എടുക്കുക. അതിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ കൃത്യമായിട്ടുള്ള പഠന രീതിയിലൂടെ മാത്രമാണ് നമുക്ക് JRF എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റൂ അല്ലെ. JRF കിട്ടുന്നതിന്റെ ഗുണങ്ങളും JRF കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അല്ലെ, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിന്നും നമ്മൾ പഠിത്തത്തോടൊപ്പം സമ്പാദിക്കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് JRF എന്നുള്ളത്. അപ്പൊ ഇനിയുള്ള ഡിസംബറിലെ JRF-ഉം നെറ്റും ഒന്നും വിട്ടുകളയരുത്. അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇവിടെ CC-യിൽ കൃത്യമായ മെന്റർഷിപ്പ് പ്ലാനുകളും സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു 150 ദിവസത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ലോങ് ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡിസംബറിലെ നെറ്റ് JRF പരീക്ഷയ്ക്ക് വിജയം നേടാനായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഇതേ രീതിയിൽ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോടുകൂടി അല്ലെ, വാരി വലിച്ച് പഠിക്കുകയല്ല വേണ്ടത്. സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സ്മാർട്ട് സ്റ്റഡിയിലൂടെ പഠിച്ചെടുത്ത് വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുകയല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ കോഴ്സിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഈ ഡിസംബറിലെ നെറ്റും JRF-ഉം CC-യോടൊപ്പം നേടിയെടുക്കാം. താങ്ക് യു.